എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. ഭരണി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2026 എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഏപ്രിൽ 2026 ഭരണി നക്ഷത്രക്കാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ പോസിറ്റീവ് 9 of Pentacles എനർജിയാണ്, വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി. 3 of Cups സ്ട്രോങ് മെസ്സേജ് ആൻഡ് കിങ് ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ്, ജസ്റ്റിസ്, നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് എനർജി ആൻഡ് മൂൺ കാർഡ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം വളരെ ഒരു സാധ്യതകളുള്ള മാസമാണ്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് പുതിയ ജോലിക്ക് സാധ്യത, പുതിയ വീട്, പുതുമയാണ് മൊത്തത്തിൽ. അപ്പോൾ പുതിയ റിലേഷൻഷിപ്സ് ആവാം, പ്രണയം, പുതിയ സൗഹൃദങ്ങൾ, ഇതൊക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോഴും എപ്പോഴും ഉള്ള ഒരേ ഒരു പ്രശ്നം സംശയം, അതായത് എന്തിനും ഏതിനുള്ളൊരു സംശയമാണ്. ആ ഒരു സംശയം ദൂരീകരിച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും വ്യക്തത ഉണ്ടാവും. പിന്നെ ചില കാര്യങ്ങൾക്ക് എല്ലാം ഒന്നും നമുക്കൊരു ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും 10 വർഷം കഴിഞ്ഞുള്ള കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ വെറുതെ നമുക്ക് പെട്ടെന്ന് ചിന്തിച്ചെടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അതങ്ങനെ ഇരിക്കുക. ഇപ്പോൾ എന്താണ് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നത്, നിങ്ങളുടെ പരിശ്രമം അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക്, അതായത് ഒരിക്കലും ഒരു ഭയം നിങ്ങളെ മുന്നോട്ടേക്ക് പോകുന്നതിൽ തടയിടാൻ നിങ്ങളെ മുന്നോട്ടേക്ക് പോകുന്നതിൽ തടയിടുന്നത് ഭയമാണ്, നിങ്ങൾക്ക് ഉൾഭയം. അത് ഉൾഭയം ഉണ്ടാകുന്നത് എന്താണ് ഇനി ഭാവി എന്നറിയുന്നില്ല. നിങ്ങൾക്ക് സ്വയം വിശ്വാസമുണ്ട്, നിങ്ങൾ അതിനനുസരിച്ച് ആക്ഷൻ എടുക്കുന്നു. സ്റ്റെപ്സ് എടുത്താൽ തീർച്ചയായിട്ടും നല്ലൊരു ഭാവിയിലേക്ക് തന്നെയാണ് നിങ്ങൾ പോകുന്നത് എന്നുള്ളൊരു വിശ്വാസത്തിൽ മുന്നോട്ടേക്ക് പോവുക. ഒരിക്കലും ഒരാൾക്കും, സാധാരണ ഒരു വ്യക്തിക്കും അവരുടെ ഭാവി എന്താണെന്ന് നേരത്തെ കാലേ കൂട്ടി അസ്യൂം ചെയ്തിട്ട്, അതായത് നല്ലൊരു അസംഷനിൽ മുന്നോട്ടേക്ക് പോവാതെ ഉറപ്പിച്ചിരുന്നത് തന്നെയാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. സോ ആ ഒരു ഫിയറാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത്. ആ ഒരു അൺസർട്ടനിറ്റിയാണ്. എല്ലാവരുടെയും ലൈഫ് അൺസർട്ടനിറ്റി, ലോകം മൊത്തം അൺസർട്ടനിറ്റിയാണ്. ഒന്നിനും ഒരിക്കലും ഒരു ഗ്യാരണ്ടി ഇല്ല. പക്ഷെ അപ്പോഴും നമ്മൾ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തിയും നാളെ രാവിലെ എഴുന്നേൽക്കുന്നത് ആ ഒരു ശുഭാപ്തി വിശ്വാസം കൊണ്ടിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു അൺസർട്ടനിറ്റിയിൽ ഭയപ്പെടുന്നത് മാത്രം ഒഴിവാക്കിയാൽ ബാക്കിയെല്ലാം വളരെ ശുഭകരമായിട്ടുള്ള എനർജിയാണ്. 9 of Pentacles ആൻഡ് 3 of Cups എനർജിയാണ്. ആഘോഷം കാണിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഏപ്രിൽ മാസത്തിൽ ഒന്നുകിൽ നിങ്ങൾക്ക് പുതിയൊരു ജോലി ലഭിക്കുന്നു, അതിൻ്റെ സന്തോഷം, അല്ലെങ്കിൽ വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ വിവാഹം, പ്രണയാഭ്യർത്ഥനകൾ, ഇതാണ് മെയിനായിട്ട് സൂചിപ്പിക്കുന്നത്. ചില ആളുകളെ സംബന്ധിച്ച് ചില ആളുകളിൽ സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളൊരു സങ്കല്പം യാഥാർത്ഥ്യമാകുന്നതായിട്ട് കാണിക്കുന്നു. എന്തായാലും ഒരു ആഘോഷത്തിൻ്റെ സമയമായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ കൂടിച്ചേരലുകൾ, ആഘോഷങ്ങൾ, ഒത്തൊരുമ, ഇതൊക്കെ കാണിക്കുന്നുണ്ട്. ഫ്രണ്ട്ഷിപ്പാണ്, സൗഹൃദങ്ങൾ ഒത്തിരി പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് സൂചിപ്പിക്കുന്നത്. അബണ്ടൻസ്, കോപ്പറേഷൻ നല്ല രീതിയിൽ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡീപ്പ് ഫ്രണ്ട്ഷിപ്സ്, അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു പുതിയ സൗഹൃദം ലഭിക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു സൗഹൃദത്തിന് എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ, നിങ്ങൾ ചിലപ്പോൾ ഒരു 25 വയസ്സുള്ള ഒരാളായിരിക്കാം, 50 വയസ്സുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഒരു 10 വയസ്സുള്ളൊരു കുട്ടിയായിരിക്കാം. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇത് കേൾക്കുന്നതെങ്കിൽ, പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് വരെ കണ്ടെത്താത്ത തരത്തിലുള്ളൊരു സൗഹൃദം, അങ്ങനെ ഒരു സൗഹൃദം, അതായത് നിങ്ങൾക്ക് അതുപോലെ വിശ്വസിക്കാൻ പറ്റുന്ന, നിങ്ങളായിട്ട് നല്ല വൈബുള്ളൊരു വ്യക്തി, നിങ്ങൾ അതുപോലെ ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഒരിക്കലും ആരുമായിട്ട് ഫീൽ ചെയ്യാത്ത തരത്തിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പ്. ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഡീപ്പ് ഫ്രണ്ട്ഷിപ്പാണ്. മാത്രമല്ല അതൊരു ഒരു ഫാമിലി ഫ്രണ്ട്ഷിപ്പായിട്ട് പിന്നീട് മാറുന്നുണ്ട്. ഫാമിലി ആയിട്ട് അടുപ്പവും, അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ്. ഇപ്പോൾ വിവാഹിതരായിട്ടുള്ളവർ, കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ ഫാമിലി, ഹസ്ബൻഡ്, വൈഫ്, കുട്ടികളെല്ലാവരും ഒരേപോലെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് വരുന്നു. അതൊരു ലൈഫ് ലോങ് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകാമെന്നാണ്. നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു കാര്യമായിരിക്കും നിങ്ങൾക്ക് അതുപോലൊരു സുഹൃത്തില്ല എന്നുണ്ടെങ്കിൽ. ഇനി സുഹൃത്തുക്കൾ ഒത്തിരി ഉള്ളവരാണെങ്കിലും ഇതുപോലത്തെ ഒരു സൗഹൃദം മ്യൂച്വലി ലവിങ് ആൻഡ് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ബന്ധമാണ് ഇതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പല ബന്ധങ്ങളിലും ഒരിക്കലും ഉറച്ചു നിൽക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. പലപ്പോഴായിട്ട് നിങ്ങളുടെ ഭാഗത്തെ ഒരു പ്രശ്നമായിരിക്കണം എന്നില്ല, പക്ഷെ എപ്പോഴും ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലുമൊക്കെ വന്ന് പല ഫ്രണ്ട്ഷിപ്പും ആ രീതിയിൽ വിട്ടുപോകുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന, ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൗഹൃദം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ്, കിങ് ഓഫ് സോഡ്സ് ആൻഡ് ജസ്റ്റിസ് എനർജി കണക്ഷൻസ് ആണ്. ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത്
നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ നീതിയും ന്യായം ഒന്നും ലഭിച്ചിട്ടില്ല, മറ്റുള്ളവർ പലരും എന്തൊക്കെ ചെയ്താലും അവരുടെ ലൈഫിൽ ഒന്നും നഷ്ടമാകുന്നില്ല, ഞാൻ എന്തെങ്കിലും ഇപ്പോൾ കർമ്മയിൽ നിങ്ങൾ ഒത്തിരി വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും കൊച്ചു കാര്യം ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കർമ്മം ലഭിക്കും. പക്ഷെ മറ്റുള്ളവരുടെ ലൈഫിൽ അവരെന്തൊക്കെ ചെയ്തിട്ടും അവർക്ക് എന്താണ് ഒരു കർമ്മം ലഭിക്കാത്ത ഈ ഒരു ചിന്ത നിങ്ങളെ ഭയങ്കരമായിട്ട് അതൊരു ഡബിൾ സ്റ്റാൻഡേർഡായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എന്തുകൊണ്ടാണ് ആ ഒരു പ്രപഞ്ചശക്തി ഇങ്ങനെ എന്നുള്ളത്. പക്ഷേ മറ്റൊരാളുടെ ജീവിതത്തിൽ അവരെന്താണ് അനുഭവിക്കുന്നത്, ഏത് രീതിയിലാണ് അവർ, ചിലപ്പോൾ അവരുടെ കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്ന തരത്തിലായിരിക്കില്ല അവർ അനുഭവിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പക്ഷേ നിങ്ങൾ അവരോട് താല്പര്യമില്ലാത്ത വ്യക്തി ആയതുകൊണ്ട് അവരുടെ ലൈഫ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല. അപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവരുടെ അനുഭവങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. അപ്പോൾ അത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു ശരിയായിട്ടുള്ള പാത പിന്തുടർന്ന് നിങ്ങൾ പോകുക. മറ്റുള്ളവരുടെ ലൈഫിൽ എന്താണ് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് സമയം വേസ്റ്റ് ആക്കാതിരിക്കുക എന്നുള്ളതാണ്. ഈ ഒരു എനർജി പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി നെഗറ്റീവ് ഇമോഷൻസ്, അതായത് ഞാൻ എന്ത് ചെയ്താലും എനിക്ക് എപ്പോഴും ഇങ്ങനൊരു ശിക്ഷ കിട്ടും, പക്ഷേ മറ്റുള്ളവർക്ക് ആ ഒരു ഇമോഷൻസ് കൂടുതൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥന കൂടുതൽ, അതേപോലെ ശനിയാഴ്ച ദിവസം ക്ഷേത്രത്തിൽ പോകുന്നത്, ശാസ്താവിന് നീരാഞ്ജനം കഴിപ്പിക്കുന്നത്, ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാം. ശനിയാഴ്ച അതേപോലെ ഹനുമാൻ ചാലീസ വായിക്കുന്നത് നല്ലതായിരിക്കും. ഇതൊക്കെ സഹായകരമായിരിക്കും. ഹിന്ദുസ് ആയിട്ടുള്ളവരാണെങ്കിൽ. ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരാണെങ്കിലും ബ്ലൂ ഡ്രസ്സ് ശനിയാഴ്ച ധരിക്കുന്നത് നല്ലത് തന്നെയാണ്. ബ്ലൂ സാറ്റേണിൻ്റെ എനർജിയാണ്. ഏത് രാജ്യത്താണെങ്കിലും ഏത് നാട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഏത് റിലീജിയൻ ആണെങ്കിലും സാറ്റേൺ എനർജി ഫോർ സാറ്റർഡേ ആണ്. അത് ബ്ലൂ ഡ്രസ്സ് സാറ്റർഡേ ധരിക്കുക. നേവി ബ്ലൂ കളറ്, കടും നീല നിറമാണ്. അത് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് കൊണ്ടുവന്ന ഒരു കാര്യമാണ്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് മൂൺ എനർജിയാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് എന്തുകൊണ്ട് കയ്യിൽ പൈസ നിൽക്കുന്ന, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പ്രതിസന്ധികൾ, ഇതൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് അടുത്തിടയ്ക്ക് നിങ്ങളുടെ മൈൻഡിനെ അലട്ടുന്ന ഒരു കാര്യമായിട്ട് വരുന്നൊരു കാര്യം കൂടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഹാർഡ് വർക്ക്, നിങ്ങളുടെ ഡെഡിക്കേഷൻ, അതിനനുസരിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നിങ്ങൾക്ക് നേടാനും കൊണ്ടെത്തിക്കാനും പറ്റുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഒരു സൈഡിൽ ആ ഒരു ഫീലിംഗ് വരുമ്പോൾ മറ്റൊരു സൈഡിൽ ശരിയാവുമോ ഇല്ലയോ എന്നുള്ള സംശയം അത് ജന്മനാ ഉള്ളതായിരിക്കാം പലർക്കും. അത് ആ ഒരു ഫീലിംഗ് സ്റ്റക്ക് എന്നുള്ളത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ഒരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് സ്വതസിദ്ധമായിട്ട് മടിയുള്ളൊരു വ്യക്തിയാണെങ്കിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും അതിലുണ്ടാവുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു സമയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ തീരുമാനങ്ങൾ എടുത്താൽ ബുദ്ധിമുട്ടാണ് എങ്കിൽ പോലും നിങ്ങൾ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനം, നിങ്ങൾ കുറച്ച് ലേസി ആയിട്ടൊരു വ്യക്തിയാണെങ്കിൽ എക്സസൈസ് ചെയ്യുന്നു, അതുപോലുള്ള കാര്യങ്ങൾ വളരെ ആക്റ്റീവായിട്ടിരിക്കുന്നു, എക്സസൈസ് ചെയ്യുന്ന കാര്യങ്ങളും ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു തീരുമാനം നിങ്ങൾ എടുക്കുകയാണ് എങ്കിൽ നിങ്ങൾ അതിൽ ഈ ഒരു മാസം ആ തീരുമാനത്തിലേക്ക് എത്തിയാൽ അതിൽ ഉറച്ചു നിൽക്കാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അതായത് നിങ്ങൾ കണ്ടിന്യൂസ്ലി ആ ഒരു റൂട്ടീൻ, ആ ഒരു ഡിസിപ്ലിൻ, ആ ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളത് എക്സസൈസ് അല്ലെങ്കിൽ ജിമ്മോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ആക്റ്റീവായിട്ടിരിക്കുന്നത്, ഇതൊക്കെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഫാമിലി അറ്റ്മോസ്ഫിയർ വളരെ സുന്ദരമാകുന്നുണ്ട്. ഫാമിലിയായിട്ടൊരു സമയം ചിലവഴിക്കാൻ പറ്റുന്നുണ്ട്, കുടുംബത്തോടൊപ്പം ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ഡിവൈൻ കണക്ഷൻസ്, നല്ലൊരു പോസിറ്റീവ് എനർജി കാണിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ചലഞ്ചിങ് ആണെങ്കിലും ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ്. ഒത്തിരി കാര്യങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ദൈവാനുഗ്രഹം ഒത്തിരിയുള്ള സമയമാണ്. പിന്നെ എടുത്ത് പറയാനുള്ള, ഇപ്പോൾ ഉള്ള ജോലിയിൽ നിങ്ങൾക്ക് സന്തുഷ്ടരല്ല എങ്കിൽ ഇനിയും നോക്കിയിരുന്നിട്ട് കാര്യമില്ല. പുതിയ ജോബിന് അപ്ലൈ ചെയ്യുക. നിങ്ങൾ എടുത്തു പറയാനുള്ള എത്ര നെഗറ്റീവ് സിറ്റുവേഷൻ ആണെങ്കിലും ഇപ്പോഴത്തെ ജീവിത സാഹചര്യം, അല്ലെങ്കിൽ ഇപ്പോൾ പറയും നിങ്ങൾ ഇപ്പോഴത്തെ വേൾഡിലുള്ള സിറ്റുവേഷൻസ് പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും ലോകത്തിൽ പല പല കാര്യങ്ങളായി എന്തെങ്കിലുമൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ ജോബ് സിറ്റുവേഷൻസ് ഭയങ്കര ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കാതെ നിങ്ങൾ അപ്ലൈ ചെയ്യുക, നിങ്ങൾക്ക് പുതിയ ജോലി ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ഹയർ പൊസിഷന് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. വീട്ടമ്മമാരെ സംബന്ധിച്ച്, പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ആക്റ്റീവ് ആകുന്ന
കാര്യങ്ങളും സോഷ്യലി കൂടി ആക്റ്റീവ് ആവുന്നുണ്ട്. അപ്പോൾ കൂടുതൽ സമയം പുറത്ത് ചിലവഴിക്കുന്നു, ആളുകളായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നു. ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ സംഭവ്യമാകുന്നുണ്ട്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സമയമാണ്. അത് ഇനിയും മാറ്റി വയ്ക്കാതിരിക്കുക, തീരുമാനിക്കുക ഫൈനലി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.